വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. വിശന്നു വലഞ്ഞ് ഒരപ്പക്കഷ്ണത്തിനായോ ഒരു തവി കഞ്ഞിക്കായോ കാത്തിരിക്കണം. വയറും ശരീരവും കൊത്തിപ്പറിക്കുന്ന വേദന അനുഭവപ്പെടുമ്പോൾ കാത്തിരുന്നാലും ഭക്ഷണമെത്തില്ല എന്നറിയുമ്പോൾ ഹൃദയം നുറുങ്ങും, തല പെരുക്കും. സമയം കടന്നുപോകുന്നതോടെ കയ്യിൽ കിട്ടുന്നതെന്തും വായിലേക്കിട്ട് വയറിലേക്ക് എത്തിക്കാൻ തിടുക്കപ്പെടും. കൺമുന്നിൽ കാണുന്ന കള്ളിമുൾച്ചെടിയോ ചത്ത മൃഗമോ എന്ത് എന്നുള്ളത് പ്രശ്നമാകില്ല. പ്രാണൻ പിടിച്ചു നിർത്താനുള്ള പെടച്ചിലിൽ മനുഷ്യൻ പലതും കഴിച്ചു പോകും. അത്തരമൊരു ഭയാനകമായ അവസ്ഥയിലാണ് ഇന്ന് ഗാസൻ ജനത. ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണം, വെള്ളം, മരുന്ന് പോലുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഇത്രയധികം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട മറ്റൊരു യുദ്ധവും ഉണ്ടാകില്ല. ഇപ്പോഴിതാ മനുഷ്യന്റെ ഏറ്റവും വലിയ വേദനയായ വിശപ്പ് ആയുധമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. പലസ്തീനികളെ പട്ടിണിക്കിട്ട് കൊല്ലാതെ കൊല്ലുന്ന പുതിയ തന്ത്രം പയറ്റി ഹമാസിനെ കൊണ്ട് അടിയറവ് പറയിക്കാനാണ് ഇസ്രായേൽ നീക്കം. എല്ലുന്തിയ പട്ടിണി മൂലം കുഴഞ്ഞു വീഴുന്ന ഗാസയിലെ സാധാരണക്കാരുടെ ദൃശ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വാഴ്സോ ഗെറ്റോയിലെ ജൂതന്മാരെയാണ്. ഒരു മനുഷ്യന് ജീവൻ നിലനിർത്താൻ മാത്രം വേണ്ട ഭക്ഷണം നൽകി നാസികൾ ജൂതന്മാരെ നരകിപ്പിച്ച ആ നശിച്ച കാലം വീണ്ടും ലോകം സാക്ഷ്യം വഹിക്കുകയാണ് ഗാസയിലൂടെ. ഗാസയിലേക്ക് UN-ൽ നിന്ന് ഭക്ഷണവുമായി ട്രക്കുകൾ എത്തുന്നുണ്ട്. 10,000-കണക്കിന് ഭക്ഷണപ്പൊതികൾ എയർ ഡ്രോപ്പായി അമേരിക്ക നൽകുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും എത്തുന്നുണ്ട്. പക്ഷേ ഗാസയിലെ ജനങ്ങൾക്ക് ഇതൊന്നും ലഭിക്കില്ല, അഥവാ ലഭിക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ല. ഫെബ്രുവരി 29 അരിമാവുമായി വന്ന ട്രക്കുകളിൽ നിന്ന് മാവ് ശേഖരിക്കാനെത്തിയ ഗാസയിലെ ജനങ്ങളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചിട്ടത് ഒരു ഉദാഹരണം. വിശപ്പകറ്റാൻ ഭക്ഷണത്തിനായി പാഞ്ഞെത്തിയ 100 കണക്കിന് പാവങ്ങളാണ് അവിടെ മരിച്ചു വീണത്. ഗാസയിലെ സാധാരണ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഇസ്രായേലി നടപടിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വന്നിട്ടുണ്ട്. പലസ്തീനികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് വഴി ഹമാസുമായുള്ള വിലപേശൽ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. യുദ്ധതന്ത്രമായി സാധാരണ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നത് യുദ്ധക്കുറ്റമായി അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ നിയമം കണക്കാക്കുന്നു. 4ാം ജനീവ കൺവെൻഷൻ പ്രകാരം സാധാരണക്കാർക്ക് ഭക്ഷണവും മരുന്നും ഉറപ്പാക്കേണ്ടത് ഇസ്രായേലാണ്. എന്നാൽ ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരാകരിക്കപ്പെട്ട ജനതയായി മാറി പലസ്തീനികൾ. ഗാസയുടെ ഒരു വശത്ത് മെഡിറ്ററേനിയൻ കടലാണ്. തെക്ക് ഈജിപ്റ്റ്, വടക്ക് ഇസ്രായേൽ. തെക്ക് ഭാഗത്തുള്ള ഈജിപ്തിൽ നിന്നും ഗാസയ്ക്ക് ഭക്ഷണവുമായി എത്തിയ ട്രക്കുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ട് അധികമായില്ല. ഇതോടെ ഇസ്രായേലിന്റെ അനുവാദമില്ലാതെ ഗാസയ്ക്ക് സഹായം എത്തിക്കാൻ സാധിക്കില്ലെന്ന് ഈജിപ്തിന് മനസ്സിലായി. വടക്കു നിന്നുള്ള ഇസ്രായേലിയൻ പട്ടാളം ആദ്യം മധ്യഭാഗത്തേക്കും ഇപ്പോൾ ദക്ഷിണ ഭാഗത്തേക്കും അവരുടെ വേരാഴ്ത്തിയിരിക്കുകയാണ്. ഇതോടെ പലസ്തീനികളെല്ലാം ദക്ഷിണ ഗാസയിലേക്ക് ചുരുക്കേണ്ടി വന്നു. ഇവിടെയാണ് 1.5 മില്യൺ ഗാസൻ ജനത നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്വന്തം ജീവൻ പണയം വയ്ക്കാതെ ഗാസയുടെ വടക്ക് ഭാഗത്തേക്ക് എത്താൻ ഈ പാവങ്ങൾക്ക് സാധിക്കില്ല. ഇവിടെ നിന്ന് സിനായിലേക്ക് രക്ഷപ്പെടാൻ ഈജിപ്ത് അനുവദിക്കുകയുമില്ല. ജനുവരിയിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിൽ 6-1 കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു. 3% ജനങ്ങളും പട്ടിണി കാരണം മരണത്തിന്റെ വക്കിലാണ്. ഇത് ജനുവരിയിലെ കണക്കാണെന്ന് ഓർക്കണം. പുതിയ പഠനത്തിനായി യൂണിസെഫ് അപേക്ഷ നൽകിയെങ്കിലും അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കൊടും പട്ടിണി കാരണം ഗാസയിലെ മനുഷ്യരെല്ലാം ഭക്ഷണം ചുരുക്കുകയാണ്. മുതിർന്നവരിൽ പലരും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നൽകി സ്വയം ഭക്ഷണം കഴിക്കാതെ ജീവച്ഛവമായി ജീവിക്കുന്നു.
വിശപ്പ് സഹിക്കാനാകാതെ ചത്ത മൃഗങ്ങൾ, കള്ളിമുൾ ചെടി, മൃഗങ്ങൾക്ക് നൽകുന്ന തീറ്റകൾ, മലിനജലം എന്നിങ്ങനെ കയ്യിൽ കിട്ടുന്നതെല്ലാം കഴിച്ച് പ്രാണൻ മുറുകെ പിടിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് ഗാസ. മനുഷ്യന് കഴിച്ചുകൂടാത്ത ഈ വസ്തുക്കളെല്ലാം കഴിച്ച് പലരുടെയും ആരോഗ്യനില വഷളായിരിക്കുകയാണ്. പലരും മരിച്ചു വീഴുന്നുമുണ്ട്. വിശപ്പിനേക്കാൾ വലുതല്ല മരണമെന്ന് ഒരിക്കൽ കൂടി ഗാസ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ബൈബിൾ കഥയോട് ചേർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഇസ്രായേലും പലസ്തീനുമെല്ലാം. ബൈബിൾ പ്രകാരം ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഫറവോന്റെ പീഡനത്തിൽ നിന്നും മോശ രക്ഷിച്ച് ചെങ്കടൽ കടത്തി വാഗ്ദത്ത ഭൂമിയായ പലസ്തീനിൽ എത്തിച്ച ജനതയാണ് ഇസ്രായേലികൾ. മോശയോടൊപ്പം കടൽ കടക്കുമ്പോൾ ഇസ്രായേലി ജനങ്ങളുടെ ഉള്ളിൽ ആശങ്കയായിരുന്നു, വിശന്നാൽ എന്തു ചെയ്യുമെന്ന്. അന്ന് ദൈവം ആ ജനതയോട് അരുൾ ചെയ്തു, വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവർ ഒരിക്കലും വിശന്നിരിക്കേണ്ടി വരില്ലെന്ന്, അവർക്കായി മന്ന പൊഴിക്കപ്പെടുമെന്ന്. വിശപ്പിന്റെ വിലയറിയാവുന്ന ഇസ്രായേലികൾ ഇന്ന് വാഗ്ദത്ത ഭൂമിയിൽ പിറന്ന പലസ്തീനികളുടെ കണ്ണിലെ വിശപ്പിന്റെ വേദന